CPM രാഷ്ട്രീയം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹം നവകേരള സദസ്സിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിക്ക് നൽകിയ ക്ഷണത്തെക്കുറിച്ചാണ്. ഇതൊരു പാർട്ടിക്ക് നൽകിയ ക്ഷണമല്ല. പ്രധാനമന്ത്രി ഒരു ചില സെലക്ടറേറ്റ്, അതിന് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തുമായിക്കോട്ടെ, സെലക്ടറേറ്റിലെ ആൾക്കാരെ വിളിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സദസ്സിൽ അംഗമായിട്ടുള്ള ഒരു MP വിളിച്ചാൽ ഞാൻ വരുന്നില്ല എന്ന് പറയേണ്ട ഒന്ന് മാന്യതയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം. ഇനി അവിടെ നിൽക്കട്ടെ. രാഷിദേ, ഈ ചർച്ച എന്ന് വെച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ഒരു വിഷയം ഒരു പ്രൈം ടൈമിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഈ ചർച്ച വെച്ചത് നന്നായി. CPM എങ്ങനെയാണ് BJPക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ ഈ ചർച്ചയാണ്. നോക്കൂ, എങ്ങനെയാണ് ഈ വിവാദത്തെ, അനാവശ്യമായ വിവാദത്തെ CPM പൊക്കിക്കൊണ്ടുവന്ന് BJPക്ക് വർഗീയ രാഷ്ട്രീയം കളിക്കാനുള്ള ആയുധമാക്കി കൊടുക്കുന്നത് നോക്കൂ. വാളെടുത്ത് BJPയുടെ കയ്യിലേക്ക് കൊടുക്കുക, ആരെ ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ പ്രേമചന്ദ്രൻ ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയില്ല, ഇന്നേ വരെ അദ്ദേഹത്തെ അത്തരത്തിലുള്ള വാർത്ത ഞാൻ കണ്ടിട്ടില്ല. ഈശ്വര വിശ്വാസിയല്ലാത്ത പ്രേമചന്ദ്രനെ ഹിന്ദുമത വിശ്വാസിയാക്കി മാറ്റി വർഗീയ രാഷ്ട്രീയം കളിക്കാൻ വാളെടുത്ത് CPM കയ്യിലേക്ക് കൊടുക്കുക. ആലോചിച്ച് നോക്കൂ. ഇതിനപ്പുറം CPM വർഗീയത കളിക്കുന്നതിന് BJPക്ക് വേണ്ടി കേരളത്തിൽ രാഷ്ട്രീയം നടത്തുന്നതിന് മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ? എന്താ പറയുന്നത്? പ്രേമേന്ദ്രനോട് ഇവർക്ക് വ്യക്തിപരമായ എതിർപ്പില്ലാന്ന്. നിങ്ങളുടെ നേതാവല്ലേ പ്രേമേന്ദ്രനെ കൊല്ലത്തിയെന്ന് അസഭ്യം പറഞ്ഞത്? വ്യക്തിപരമായ എതിർപ്പില്ലാണ്ട് RSP ആണോ നിങ്ങൾ പരനാറി എന്ന് വിളിച്ചത്? ക്ഷമിക്കണം, ആ വാക്കുപയോഗിച്ചാണ്. പിണറായി വിജയന്റെ നിലവാരം അല്ല എന്റെ എന്നുള്ളത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതല്ലേ പ്രേമേന്ദ്രനെതിരെ? പ്രേമേന്ദ്രനെ സംഘവൽക്കരിക്കാൻ നിങ്ങൾ കൈവശം ശ്രമിച്ചതല്ലേ? എന്നിട്ട് എന്താ? രാഷിദ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി എന്ന് പറയുന്ന സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതി നടത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോയ KV തോമസ്. ആരാ? LK അദ്വാനിക്ക് ഭക്ഷണം കൊടുത്ത് LK അദ്വാനിയുടെ ബന്ധം സ്ഥാപിച്ച ആൾ. BJPയുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആൾ. നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് അവഗണന നേരിട്ട് പുറത്തു പോവേണ്ട KV തോമസ് എടുത്തൊക്കത്ത് വെച്ചിരിക്കുക. LK അദ്വാനിക്ക് ഭാരതരത്ന കൊടുത്തതിന് പ്രകീർത്തിച്ച KV തോമസിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് വേഷം കെട്ട് പറയരുത്. വേണ്ടാതിനും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ 4 MLA മാർ NDAയുടെ ഘടകകക്ഷികളാ. JDSന്റെയും അതുപോലെ തന്നെ ഇതിന്റെയും ആയിട്ടുള്ള 4 MLA മാർ, NCPയുടെയും 4 MLA മാർ NDAയുടെ ഘടകകക്ഷികൾ നിങ്ങളുടെ അകത്തുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാൻ പോയതിന്റെ പേരിൽ രാഷ്ട്രീയം നിർവഹിക്കാൻ നോക്കുന്ന നിങ്ങൾ അപമാനിതരാവരുത്. 4 MLA മാരെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ BJPയുടെ രാഷ്ട്രീയത്തിന് എതിർവലിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സംഖ്യ പിണറായി വിജയനാ. സംശയമുണ്ടോ? 4 MLA മാരെ, അതിലൊരാളെ 2 പേരെ മന്ത്രിസഭയിൽ എത്തിയിട്ട് NDAയുടെ ഘടകകക്ഷികളെ എത്തിയിട്ട് നിങ്ങൾ BJPക്കെതിരെ പോരാടാൻ പോകുന്നോ? 2019 നിതിൻ ഗഡ്കരിക്ക് ഭക്ഷണം കൊടുത്ത് സ്വന്തം കേസ് എഴുതിത്തള്ളാൻ നോക്കിയ ആളാണോ പിണറായി വിജയൻ? അരുൺകുമാർ മറുപടി പറയണം. നിങ്ങൾ ഇത്രയും നേരം എടുത്ത് പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിന്റെ ആ ഉച്ചയൂണിന്റെ കാര്യം പറഞ്ഞില്ല. അങ്ങനെ എങ്ങനെയാ നിങ്ങളുടെ ഊണിന് രാഷ്ട്രീയവും രാഷ്ട്രീയമില്ലായ്മയും മറ്റൊരു ഊണിന് രാഷ്ട്രീയം ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറക്കരുത് അരുൺകുമാർ. ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ, ഈ വിദ്വേഷത്തിന്റെ കാലത്ത് നിങ്ങൾ ഈ വിദ്വേഷത്തിന്റെ പ്രവാചകരായി മാറരുത്. അത് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല. ഇവരെ ഇപ്പൊ ഈ ചർച്ചയിൽ എന്താ രാഷ്ട്രീയം മറന്ന അരുൺകുമാറിനെയാണ് ഇപ്പൊ ഈ ചർച്ചയിൽ കാണുന്നത്. എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്കുള്ളത്? CPM നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു വിളിച്ച് അവിടെ പോയി ചർച്ചയ്ക്കിരുന്നാൽ അപ്പൊ തന്നെ സംഖ്യയായി മാറുന്നതാണ്. ഈ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ഈ സഖാക്കന്മാരുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു. ഒരാൾ ആരെങ്കിലും കേമനാണെങ്കിൽ അവനെ സ്ത്രീ പെണ്ണ് കേസിൽ പെടുത്തണമെന്ന് പറഞ്ഞു. സമകാലീന CPMന്റെ പുതിയ മുദ്രാവാക്യം ആരെങ്കിലും കേമനാണെങ്കിൽ അവനെ സംഖ്യയാക്കണം എന്നുള്ളതാണ്. എത്ര നാളായി അരുൺകുമാർ ഈ സംഖ്യയാക്കാൻ തുടങ്ങിയിട്ട് പ്രേമേന്ദ്രനെ? നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന്റെ പേരിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോ അവിടെ ഇദ്ദേഹത്തെ സംഖ്യയാക്കാൻ ശ്രമിച്ചതല്ലേ? അതിനു മുമ്പ് നിങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ഇന്നത്തെ ദൈവം പിണറായി വിജയൻ വന്ന അദ്ദേഹത്തെ നമുക്ക് ഒരു ചർച്ചയിൽ പോലും പറയാൻ കഴിയാത്ത വാക്കുപയോഗിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിച്ചതല്ലേ? അരുൺകുമാർ പറഞ്ഞ ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നു. ന്യൂനപക്ഷത്തിന് ആശങ്കയുണ്ട്. പക്ഷേ അത് മതന്യൂനപക്ഷത്തിനല്ല, രാഷ്ട്രീയ ന്യൂനപക്ഷത്തിനാണ് ആശങ്ക. ആ രാഷ്ട്രീയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് CPM ആണ്. CPMന്റെ കൊല്ലത്തെ ആശങ്ക, ആ കൊല്ലത്തെ CPMന്റെ ആശങ്കയാണ് പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് തോന്നും. കാരണം ഈ പറയുന്ന ചായ കുടിച്ചപ്പോഴെല്ലാം സംഘപരിവാറിനോട് സന്ധി ചെയ്തത് നിങ്ങളാ. 1967 പഞ്ചാബിൽ
അന്നത്തെ ജനസംഘത്തിനോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട് ചേർന്ന് ആ സംസ്ഥാനത്തിന്റെ ജനസംഘം കൂടിയുള്ള മുന്നണിയുടെ കൺവീനറായിട്ടിരുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. ഞാൻ 77-ലെയും അതുപോലെ തന്നെ 98-ലെയും ഒന്നും പറയുന്നില്ല, സമയം കളയേണ്ട എന്ന് വെച്ച്. ഈ സംഘപരിവാറിനോട് കാലാകാലങ്ങളായിട്ട് സന്ധി ചെയ്തത് CPM ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ മുന്നിൽ പോയി ഇരുന്നാൽ ആ നട്ടെല്ലൊക്കെ ഒന്ന് ഇളകും, അല്ലെങ്കിൽ അവരായി പോകും എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ പ്രേമചന്ദ്രൻ അങ്ങനെയല്ല. പ്രേമചന്ദ്രൻ ഇവിടെ റാഷിദ് സൂചിപ്പിച്ച പോലെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയ നേതാവാണ് പ്രേമചന്ദ്രൻ. ആ പ്രേമചന്ദ്രൻ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, മനസ്സിലായില്ലേ? ഇനി ആഹാരം കഴിച്ചതാണല്ലോ പ്രശ്നം. അരുൺകുമാറെ, ഞാൻ മറ്റൊരു ബിരുദന്റെ കാര്യം ഞാൻ അങ്ങയോട് ഓർപ്പിക്കാം. 2019 ജൂൺ 11 നിതിൻ ഗഡ്കരിയും അദ്ദേഹത്തിന്റെ കുടുംബവും, നിതിൻ ഗഡ്കരി CPM കാരനല്ലല്ലോ, BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന, ഇന്നും BJPയുടെ നേതാവായിരിക്കുന്ന ആളാണല്ലോ. ആ നിതിൻ ഗഡ്കരിയും കുടുംബത്തെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. പിണറായി വിജയൻ RSSന്റെ തിണ്ണനിറങ്ങിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ പിണറായി വിജയൻ സംഘപരിവാറാവാൻ വേണ്ടി നടത്തിയ ശ്രമമായിരുന്നോ? ഒന്ന് പറയൂ അരുൺകുമാറെ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ BJPയിൽ ചേരാൻ നടത്തിയ ശ്രമം, ആ ശ്രമം പാഴായി പോയതാണെന്ന് ഞാൻ ആരോപിക്കുകയാണ്. അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? എന്തിന്റെ പേരിലാണ് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന് നിതിൻ ഗഡ്കരിക്ക് ഊണ് കൊടുത്തത്? അപ്പോ നിങ്ങൾക്ക് ഇനി ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ കാര്യം പറഞ്ഞു. BMSന്റെ വേദിയിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയ ആക്രമണമായിട്ട് ആദ്യം ഇറങ്ങിയ എളമരം കരീമാണല്ലോ. എളമരം കരീം BMSന്റെ വേദിയിൽ നിൽക്കുന്ന ചിത്രം ഞാൻ കാണിച്ചു തരാം, പ്രസംഗിക്കുന്നത്. ഞാൻ എതിരല്ല. തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് നിന്ന് തൊഴിലാളി പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നതിൽ ഞാൻ എതിരല്ല. പക്ഷെ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. നിങ്ങൾ കാലാകാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തോടും ഈ ആശയത്തോടും സംഘപരിവാറിന്റെ വർഗീയതയോടും സന്ധി ചെയ്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം പരിശ്രമിച്ചതാണ്. കേരളത്തിൽ ഈ തിരുവനന്തപുരത്തിലെ മാധ്യമങ്ങൾ വരെ പുറത്തു നിർത്തി RSSന്റെ ശ്രീ എമ്മിനോടൊപ്പം ചർച്ച നടത്തിയത് ഇല്ലേ? അപ്പൊ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ അടച്ചിട്ട മുറികളിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ സന്ധി ചെയ്യൽ, അത് മറ്റുള്ളവരിൽ ആരോപിക്കുന്നത് ചില സംശയരോഗികളുടെ പ്രശ്നമാണ്. ചില സംശയരോഗികളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം CPMന് കൂടിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. എന്നെ ഒരാൾ വിളിച്ച്, എന്നെ എതിർക്കുന്ന, ഞാൻ പോരാടുന്ന ഒരാൾ വിളിച്ച് എനിക്ക് നിങ്ങളോടൊപ്പം ഇരുന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ആ ചായ കുടിച്ചിട്ട് അദ്ദേഹത്തോടുള്ള എതിർപ്പ് പറയാനുള്ള ആർജവമുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ആ ആർജവം പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രേമചന്ദ്രൻ പോയിട്ടുണ്ടെങ്കിൽ പ്രേമചന്ദ്രൻ അതിനുശേഷം വന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഉൾപ്പെടെയുള്ള കടന്നാക്രമണം നടത്തിയത്. ദൗർഭാഗ്യവശാൽ CPMന് അതില്ലാതിലേക്ക് പോയിരിക്കുന്നു. ഏതെങ്കിലും BJP നേതാവിന്റെ മുന്നിൽ പോയിരുന്നാൽ തങ്ങളുടെ ആദർശം ചോർന്നു പോകും, തങ്ങളുടെ ആർജവം ഇല്ലാതെയായി പോകും. അത് കളസം കാക്കി കളസിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. CPMന് അവരിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു. അതല്ലേ ഞാൻ ചോദിക്കട്ടെ, അരുൺകുമാറും ഞാനും സുഹൃത്തുക്കളാ. ഞാൻ CPMനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളാ. അരുൺകുമാർ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളാ. ഞാനും അരുൺകുമാറും, ഞാൻ ഇവിടെ വെച്ച് പറയാണ്, അരുൺകുമാറെ നമ്മൾ സുഹൃത്തുക്കൾ, നമുക്കിത് ചായ കുടിക്കാം. നിങ്ങൾ എന്താ കോൺഗ്രസ് ആവുമോ? ഞാൻ എന്താ CPM ആവുമോ? ഞാൻ നിങ്ങളെ എതിർക്കാതിരിക്കുവോ? CPMനെ എതിർക്കാതിരിക്കുവോ? പിണറായി വിജയന് ഞാൻ സ്തുതി പാടുവോ? അതിന് എന്നെ കിട്ടില്ല. പക്ഷെ അവിടെ രാഷ്ട്രീയമായിട്ട് ഉണ്ടായിരിക്കുന്ന സന്ധി ചെയ്യൽ, അത് വീണ വിജയന്റെയും പിണറായി വിജയനെതിരായിട്ടുള്ള കേസിൽ BJPയുടെ മെല്ലപ്പോക്ക്, ആ മെല്ലപ്പോക്കിനാണ് ചോദ്യം ചെയ്യുന്നത്. ആ മെല്ലപ്പോക്കിനെ ചോദ്യം ചെയ്യും. ആ മെല്ലപ്പോക്കിനെ ചോദ്യം ചെയ്യുന്നത് ഇനി 2019 നിതിൻ ഗഡ്കരിക്ക് കൊടുത്ത ഊണ്, ആ ഊണിന്റെ ഫലമായിരുന്നോ എന്നുകൂടി നമുക്കിപ്പോ സംശയിക്കേണ്ടി വരും. ഇവരുടെ സംശയം ഇതാണെങ്കിൽ പ്രേമചന്ദ്രനെതിരെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ CPM എടുത്ത രാഷ്ട്രീയം എന്താ? റാഷിദ, എനിക്ക് വളരെ ചെറുതായിട്ട് കേൾക്കുന്നതുകൊണ്ട് അങ്ങ് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കേൾക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ CPM പ്രേമചന്ദ്രനെതിരെ ഉപയോഗിച്ച രാഷ്ട്രീയം എന്താ? 2019 അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് അദ്ദേഹം BJPയുടെ ഭാഗമാവുന്നല്ലേ? തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ BJPക്ക് കൈവക്കാൻ പോകുന്ന MP ആയി പ്രേമചന്ദ്രൻ മാറുന്നല്ലേ? അരുൺകുമാറെ, 5 കൊല്ലം കഴിഞ്ഞല്ലോ. പ്രേമചന്ദ്രൻ BJPക്ക് കൈകൊത്തിയോ? പ്രേമചന്ദ്രൻ BJPക്ക് കൈപൊക്കിയോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് പിണറായി വിജയൻ വ്യക്തിപരമായ അധിക്ഷേപം വരെ നടത്തി പ്രേമചന്ദ്രനെ ഇല്ലാതെ ആക്കാൻ നോക്കിയിട്ടും നടക്കാതെ വന്ന അതിന്റെ മോഹഭംഗത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ ന്യൂനപക്ഷം ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണത്തിനും അത് ഒരു വിലയുമില്ല.